റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ VE അബ്ദുൽ ഗഫൂറിന് പ്രഥമ പരിഗണന നൽകാൻ മുസ്ലിം ലീഗ്. കഴിഞ്ഞ തവണ അബ്ദുൽ ഗഫൂർ P രാജീവിനോട് തോറ്റിരുന്നു. ഹാരിസ് ബീരാൻ, മുഹമ്മദ് ഷാ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. കളമശ്ശേരി മണ്ഡലം ലീഗുമായി വെച്ചുമാറുന്നത് കോൺഗ്രസ് നേരത്തെ പരിഗണിച്ചിരുന്നു. സജോ ദേവസ്യയും ലേബി സജീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ ദേവസ്യ, ഒടുവിൽ കളമശ്ശേരി മണ്ഡലത്തിൽ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് കേൾക്കുന്നു. ലീഗ് സീറ്റ് കോൺഗ്രസിന് വെച്ചുമാറുന്നില്ല. ലീഗ് തന്നെ അവിടെ മത്സരിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അബ്ദുൽ ഗഫൂറിനെ തന്നെ കളത്തിലിറക്കും. കഴിഞ്ഞ തവണ P രാജീവിനോട് പരാജയപ്പെട്ടതാണ്. ഇക്കുറി മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ലീഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ പട്ടിക തയ്യാറായിട്ടുണ്ട്. പ്രഥമ പരിഗണന അബ്ദുൽ ഗഫൂറാണ്. മുഹമ്മദ് ഷായെയും ഹാരിസ് ബീരാനെയും ഒക്കെ പരിഗണിക്കുന്നുണ്ട് കളമശ്ശേരിയിൽ. പക്ഷെ അപ്പോഴും മുൻതൂക്കം അബ്ദുൽ ഗഫൂറിലാണോ സജു ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അതായത് കളമശ്ശേരിയിൽ വെച്ചുമാറ്റം കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പലതരത്തിലുള്ള വെച്ചുമാറ്റ സാധ്യതകൾ, ഫോർമുലകളൊക്കെ പരിശോധിച്ചു. പക്ഷെ ആ സാധ്യത മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലീഗ് തന്നെ അവിടെ UDF-നായി മത്സരിക്കും എന്ന ഒരു ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആര് മത്സരിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിൽ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VE അബ്ദുൽ ഗഫൂറിന് തന്നെ വീണ്ടും അവസരം നൽകാനുള്ള ഒരു പ്രാഥമിക ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം നേതൃത്വമായിരിക്കും എടുക്കുക. പക്ഷേ പണക്കാട് തങ്ങൾക്കടക്കം നേതൃതലത്തിലുള്ള പലർക്കും ഒരവസരം കൂടി VE അബ്ദുൽ ഗഫൂറിന് നൽകണം എന്ന താല്പര്യമാണുള്ളത്. മണ്ഡലത്തിൽ തന്നെ ഒരാൾ എന്ന നിലയ്ക്കാണ്. അതോടൊപ്പം മറ്റു പേരുകൾ കൂടി പരിഗണന പട്ടികയിലുണ്ട്. അത് പ്രധാനമായും അവരുടെ നിയമ കാര്യങ്ങളൊക്കെ നോക്കുകയും ആ മുഖം കൂടിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഹാരിസ് ബീരാൻ, രണ്ടുപേരും അഭിഭാഷകരാണ്. ഹാരിസ് ബീരാന്റെ പേരുമുണ്ട്. അതായത് എറണാകുളം പോലൊരു സ്ഥലത്ത് മത്സരം, മറ്റൊന്ന് മന്ത്രി P രാജീവാണ്. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഒരു താരമണ്ഡലമായി മന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് മാറും. കഴിഞ്ഞ തവണ അദ്ദേഹം പിടിച്ചെടുത്ത സിറ്റിംഗ് സീറ്റ്, UDF-ന്റെ സിറ്റിംഗ് സീറ്റ് P രാജീവ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആ സിറ്റിംഗ് സീറ്റ് അദ്ദേഹം പിടിച്ചെടുത്തത് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിൽ പല വിവാദങ്ങളും ഉയർന്നിരുന്നു. പാലാരിവട്ടം പാലം ആ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അത്തരമൊരു തിരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെയാണുള്ളത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ വീണ്ടും മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി MLA എന്ന നിലയിലുള്ള പ്രവർത്തനം, മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം തുടങ്ങിയുള്ള പല ഘടകങ്ങളുണ്ട്. അതെല്ലാം പരിഗണിച്ചാണ് നേരത്തെ ആ വെച്ചുമാറ്റം ആലോചിച്ചതും മറ്റു പലരെയും മണ്ഡലത്തിലേക്ക് എത്തിച്ചത്. അതായത് പുറത്തുനിന്നുള്ള ആളുകളെ എത്തിച്ച് മത്സരിപ്പിക്കുക എന്ന നിലയ്ക്ക്, അതായത് മണ്ഡലത്തിന് പുറത്തൊരു സംസ്ഥാന തലത്തിലുള്ള ഒരു മുഖങ്ങൾ ആരെയെങ്കിലും പരിഗണിക്കുക എന്ന നിലയ്ക്കാണ് ഹാരിസ് ബീരാനെ അടക്കം പരിഗണിച്ചത്. പക്ഷേ അദ്ദേഹം അടക്കം ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് മത്സരിക്കാൻ വരുന്നതിൽ വലിയ താല്പര്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ VE അബ്ദുൽ ഗഫൂറിന് തന്നെ ഒരു അവസരം കൂടി നൽകുക. അദ്ദേഹം ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണന വിഷയം എന്നത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ആ തോൽവിക്ക് ശേഷവും മണ്ഡലത്തിൽ പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ തന്നെയും അദ്ദേഹം ഏറെക്കുറെ ഈ ഒരു ധാരണയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമികമായ ചില പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അതേസമയം മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 5 വർഷവും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് മന്ത്രി കൂടിയായ P രാജീവ്. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും വീണ്ടും എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പോരാട്ടം തീപാറും എന്ന് ഉറപ്പാണ്. അപ്പോൾ ലേബി കൂടി നമുക്കൊപ്പം ഉണ്ട്. ലേബി സജീന്ദ്രൻ, കളമശ്ശേരി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ളതാണ് അവസാന നിമിഷം വരെയും നമ്മൾ കേട്ടത്. പിന്നീട് എന്താണ് സംഭവിച്ചത് ഒടുവിൽ? ഡോക്ടർ അരുൺ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF രൂപീകരിക്കപ്പെട്ട കാലം മുതൽ എറണാകുളം ജില്ലയിൽ ലീഗ് മത്സരിച്ചിരുന്നത് മട്ടാഞ്ചേരിയിലാണ്, പഴയ മട്ടാഞ്ചേരിയിൽ. മട്ടാഞ്ചേരിയിൽ തുടർച്ചയായി ലീഗ് വിജയിക്കുന്നു. ഇടയ്ക്ക് MA തോമസിനെ പോലുള്ളവരൊക്കെ ഇടയ്ക്ക് വിജയിച്ച് കയറിയത് ഒഴിച്ചാൽ ലീഗിന്റെ മണ്ഡലമായിരുന്നു. എന്നാൽ 2011 ഡീലിമിറ്റേഷൻ വന്നപ്പോൾ മട്ടാഞ്ചേരി മണ്ഡലം ഇല്ലാതെയായി. അതിനുകൂടെ പഴയ പള്ളുരുത്തിയിൽ നിന്ന് ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടാണ് പുതിയ കൊച്ചി രൂപീകരിക്കപ്പെട്ടത്. ഈ സമയത്താണ് അന്ന് മണ്ഡലം ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചുമാറിയത്. അന്നും കളമശ്ശേരി മണ്ഡലവും പുതിയതാണ്. പഴയ വടക്കേക്കരയുടെയും പറവൂരിന്റെയും ആലുവയുടെയും കുറെ ഭാഗങ്ങൾ ചേർന്നാണ് പുതിയ കളമശ്ശേരി 2011 ഉണ്ടായത്. അത് ഒരു UDF അനുകൂല മണ്ഡലം എന്നുള്ളൊരു കാഴ്ചപ്പാട് ആ ഘട്ടത്തിൽ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇബ്രാഹിം കുഞ്ഞിന്റെ നാടുകൂടിയാണ്, ലീഗിന് സ്വാധീനമുള്ള സ്ഥലമാണ്, മുസ്ലിം മെജോറിറ്റി ഏരിയ എന്നുള്ള പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ അന്ന് മണ്ഡലം വെച്ചുമാറ്റപ്പെട്ടത്. തിരിച്ച് കൊച്ചിയാകട്ടെ, കൊച്ചി ആ സമയത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവ് വന്നു. കാരണം അന്നത്തെ സാമുദായിക ഘടനകൾ മാറി. ഈ 2 പഞ്ചായത്തുകൾ ചെല്ലാനവും കുമ്പളങ്ങിയും ആഡ് ചെയ്യപ്പെട്ടതോടെ കുറച്ചുകൂടി ലത്തീൻ മെജോറിറ്റി അവിടെ വന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇത്തരത്തിൽ അന്ന് മണ്ഡലം മാറിയത്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് 2 തവണയും 2011-ലും 2016-ലും VK
ഇബ്രാഹിം കുഞ്ഞ് ആദ്യം 13,000-ഓളം വോട്ടുകൾക്കും പിന്നീട് 8,000-ഓളം വോട്ടുകൾക്കും ഇബ്രാഹിം കുഞ്ഞ് അവിടെ ജയിച്ചു കയറിയെങ്കിലും നേരത്തെ സജോ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ പറയുന്ന പോലെ ഇബ്രാഹിം കുഞ്ഞിന്റെ മാറ്റം, പാലാരിവട്ടം വിവാദം, ജയിൽവാസം, അതിനുശേഷം അത് മാത്രമല്ല അന്ന് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകയും ചെയ്തു. എന്തൊക്കെ വന്നാലും ഇത്തവണ ഈ തരത്തിൽ മണ്ഡലം മാറേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞില്ല എന്നുള്ള തോന്നലാണ് ലീഗിനെ കൊണ്ട്. അതായത് കളമശ്ശേരിയിൽ മത്സരിക്കുകയാണ് കൊച്ചിയിലേക്ക് വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ലീഗിന് ഗുണകരമാകുക എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസിന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടി ലീഗ് ആ മണ്ഡലം വിട്ടുകൊടുക്കാത്തതിന്റെ കാരണമായി ഈ ഘട്ടത്തിൽ പറയാവുന്നത്. ഡോക്ടർ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലേവി സജിതനാണ് ഒപ്പം ചേർന്നത്, ഒപ്പം സജോ ദേവസി.